കേരള ഡിലൈറ്റ്സ്, ദ റിയൽ ടേസ്റ്റ് ഓഫ് കേരള. കേരളത്തിന്റെ രുചിയേറിയ വിഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും നിങ്ങളുടെ വീട്ടിലേക്ക്. അവൈലബിൾ നൗ ഓൺലി ഇൻ UK, ന്യൂസിലാൻഡ് ആൻഡ് സിംഗപ്പൂർ. നമസ്കാരം. ഇന്ന് രാവിലെ നമുക്ക് സെയിന്റ് ലൂഷ്യ എന്ന് ബാർബഡോസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ബാർബഡോസ് എന്ന് പറയുന്നത് ഇവിടുത്തെ അടുത്ത രാജ്യമാണ്, അടുത്ത കരീബിയൻ രാജ്യമാണ്, ഈസ്റ്റേൺ കരീബിയൻ രാജ്യമാണ്. അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് രാവിലെ 9:15 എൻ്റെ വിമാനം ഉണ്ടായിരുന്നത്. ആ 9:15 വിമാനം അത് പോസ്റ്റ്പോണായി ഉച്ചയ്ക്ക് 12:30 മണിക്കത്തേക്ക് മാറി. ഇപ്പം അത് വീണ്ടും ഡിലേ ആയി 1:15 പറഞ്ഞുകൊണ്ട് ഫ്ലൈറ്റ് റഡാർ നോക്കിയപ്പോൾ കാണുന്നുണ്ട്. കരീബിയൻ യാത്രകൾ എപ്പോഴും അങ്ങനെയാണ്, കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമുക്ക് ഏത് സമയത്തും ചിലപ്പോൾ ഫ്ലൈറ്റ് ക്യാൻസൽ ആവാം, പോസ്റ്റ്പോൺ ആവാം, അങ്ങനെ പല പല സംഭവങ്ങൾ നടക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ് കരീബിയൻ. അപ്പോൾ ഇന്റർ കരീബിയൻ്റെ വിമാനത്തിലാണ് പോകേണ്ടത്. ആകെ പെട്ടിരിക്കുകയാണ്. കാരണം ഞാൻ അവിടെ ആകെ എനിക്ക് 2 പകലേ ഉള്ളൂ. ഓരോ രാജ്യത്ത് നമ്മൾ സ്ട്രിക്റ്റ് ഷെഡ്യൂളിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സന്ദർഭം എന്ന് പറയുന്നത് നമ്മളെ ശരിക്കും വല്ലാണ്ട് അഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാരുടെ വണ്ടിയാണെന്നല്ലേ? ഇത് നമ്മുടെ അരുണിൻ്റെ വണ്ടിയാണ്. അരുണാണ് ഇന്നലെ എന്നെ ഹോസ്റ്റ് ചെയ്തത്. അപ്പോൾ അരുണ് രാവിലെ ഹോസ്പിറ്റലിൽ പോയി. അരുണിന് രാവിലെ കുറച്ച് വർക്കുണ്ട്. അപ്പോൾ അരുൺ ഒരു 11 മണിയാകുമ്പോഴത്തേക്കിനും വന്നിട്ട് എന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിത് എവിടെ പോകാനല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? നമുക്ക് ബാഗ് ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു വരാം. കാരണം ഇവിടെ നിന്ന് 5 മിനിറ്റേ ഉള്ള എയർപോർട്ടിലേക്ക്. അപ്പോൾ അവിടെ പോയിട്ട് ബാഗ് ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. എന്നിട്ട് പിന്നെ അതൊക്കെ എപ്പോഴാണെന്ന് വെച്ചാൽ പോയാൽ പോരെ. കാരണം ഇന്ന് ഇവിടെ നിന്നുള്ള ആദ്യത്തെ വിമാനം ക്യാൻസൽഡ് ആണ്. 2ാമത്തെ വിമാനമാണ് നമ്മൾ പോകുന്ന 12:30 വിമാനം. ചെറിയ ബസ് സ്റ്റാൻഡിനെക്കാട്ടി ചെറിയ എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കും ബഹളമൊന്നും ഉണ്ടാവില്ല. സോ ഇറ്റ്സ് വെരി ഫ്ലെക്സിബിൾ. സോ നമുക്കിപ്പോൾ രാവിലെ പോയിട്ട്, രാവിലെ അല്ല ഇപ്പോൾ 10 മണിയായി, നമുക്ക് പോയിട്ട് ബാഗ് ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് വന്നിട്ട് പിന്നെ പതുക്കെ റിലാക്സ്ഡ് ആയിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങോട്ട് ചെന്നാൽ മതി. ഞാൻ എയർപോർട്ടിലെത്തി. ഈ കാണുന്ന ബീച്ച് കണ്ടോ? ഈ ബീച്ചിന്റെ ഇപ്പുറത്ത് ഈ ബസ് സ്റ്റാൻഡ് പോലെയുള്ള ഈ സ്ഥലമാണ് എയർപോർട്ട് എന്ന് പറയുന്നത്. ലിറ്ററലി ബസ് സ്റ്റാൻഡ് എന്ന് പോലും പറയാൻ പറ്റില്ല, അതിലും ചെറുതാ. ബസ് സ്റ്റാൻഡ്, നമ്മുടെ നാട്ടിലെ ബസ് സ്റ്റാൻഡുകൾ പോലും ഇതിലും വലുതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത് ഇവിടുത്തെ ചെറിയ എയർപോർട്ടുകളൊന്നാണ്. ഞാനിവിടെ വണ്ടി ഇട്ടിരിക്കുന്നത് ഇവിടെ ഈ കാണുന്ന സ്ഥലത്ത്. അവിടെ ആൾക്കാരൊക്കെ ബീച്ചിൽ കിടപ്പുണ്ട്, കുറേ പേര് കടലിൽ. ഫ്ലൈറ്റ് ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീച്ചിൽ കയറി വെള്ളത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കാം. എന്നിട്ട് പിന്നെ ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും അടുത്ത വിമാനത്തിൽ കയറി പോകാം. അങ്ങനെയാണ് പരിപാടി. സോ ഞാൻ പെട്ടിയെടുത്തു. ഇനി എയർപോർട്ട് എവിടെ നിന്നല്ലേ? എയർപോർട്ടിനകത്ത് പാർക്കിംഗ് ഇല്ലായിരുന്നു. സോ ഞാൻ പുറത്ത് വന്നു. ഇതേ കാണുന്നതാണ് എയർപോർട്ട്. നമ്മുടെ അഗത്തി എയർപോർട്ട് പോലത്തെ സെയിം എയർപോർട്ടാണ്. അഗത്തി എയർപോർട്ട് ഇതേപോലെ അല്ലേ? ബീച്ചിനോട് ചേർന്നല്ലേ എയർപോർട്ട് അല്ലേ? അപ്പോൾ റോഡിലൂടെ വണ്ടി ഓടിച്ച് പെട്ടി ഓടിച്ച് നമ്മൾ എയർപോർട്ടിൽ പോകുന്നു. ജോർജ് FL ചാൾസ് എയർപോർട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ജോർജ് FL ചാൾസ് എയർപോർട്ട്. അങ്ങനെ ജോർജ് FL ചാൾസ് എയർപോർട്ടിൽ വന്നിട്ട് ഇവിടെ ചെക്ക് ഇൻ ചെയ്തു. ഇതാണ് ചെക്ക് ഇൻ കൗണ്ടേഴ്സ്. ഇവിടെ പുറത്ത് തന്നെ കാണുന്ന ഇതാണ് ചെക്ക് ഇൻ കൗണ്ടേഴ്സ്. ബാഗ് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് എവിടെ വേണേൽ പോകാം. 12:30 ഉള്ളു വിമാനം. എന്താല്ലേ, എയർപോർട്ടിൽ വരുന്നു, ബാഗ് ഡ്രോപ്പ് ചെയ്യുന്നു, തിരിച്ച് വീട്ടിൽ പോകുന്നു. ഇതൊക്കെയാണ് ഈ ഐലൻഡ് ലൈഫ് എന്ന് പറയുന്നത്. കണ്ട്, ഇതാണ് റൺവേ. കണ്ടില്ലേ? വിമാനം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഒരു ദിവസം ഈ എയർപോർട്ടിൽ നിന്ന് ഒരു 10-ൽ താഴെ വിമാനങ്ങളേ ഉള്ളൂ. ഇവരുടെ മെയിൻ എയർപോർട്ടുണ്ട്. അത് മെയിൻ എയർപോർട്ട് എന്ന് പറയുന്നത് അമേരിക്കൻ ഫ്ലൈറ്റ്സും പിന്നെ ലണ്ടൻ ഫ്ലൈറ്റ് വരും. പിന്നെ ഒരു വേറെ ഏതോ 1-2 ഫ്ലൈറ്റ്സ് ഒക്കെ വരും. അതും ഈ പറഞ്ഞ പോലെ ഒരു 10-ൽ താഴെ വിമാനങ്ങൾ മാത്രമേ അവിടെ വരുന്നുള്ളൂ. അപ്പോൾ ഇത് ഒരു ഐലൻഡിൻ്റെ ഒരറ്റത്തും മറ്റൊരറ്റത്തുമായിട്ടാണ് ഈ 2 വിമാനത്താവളങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് പോകാനായിട്ട് ഒരു 1-1.5 മണിക്കൂർ യാത്രയേ ഉള്ളൂ. അത്രേ ഉള്ളൂ മാക്സിമം. കുറച്ച് വലിയ ദ്വീപായതുകൊണ്ട്. ഇപ്പോൾ അടുത്തൂടെ നമ്മൾ പോയി നമ്മൾ വീണ്ടും അരുണിന്റെ വീട്ടിലേക്ക് പോവാ. ഞാൻ അങ്ങള് പോയിട്ട് വരാം കേട്ടോ. അങ്ങള് പോവാണല്ലോ. ബൈ ബൈ. ഇന്ത്യയിൽ വരുമ്പോ കാണാമേ. നിങ്ങൾക്ക് വരാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾക്ക് എങ്ങനെ വരാൻ പറ്റുന്നത്? നിങ്ങൾക്ക് ടിക്കറ്റ് ഉണ്ടോ? ഇല്ലല്ലോ. ടിക്കറ്റ് ഉണ്ടോ? ഉണ്ടോ? എന്ത് ടിക്കറ്റാ? ആണോ? ശരി, നിങ്ങളിവിടെ ഭക്ഷണം കഴിക്കാം കേട്ടോ. അങ്ങള് പോയിട്ട് വരാമേ. ചാച്ചാ. സാരില്ല, ടാറ്റാ. പോയിട്ട് വരാമേ. അരുൺ, താങ്ക് യു സോ മച്ച് അഗെയിൻ. നമ്മളങ്ങനെ എന്താ പറയാ, പെട്ടിയെല്ലാം ഡ്രോപ്പ് ചെയ്ത് ഞാൻ വീട്ടിൽ വന്നിരിക്കുവായിരുന്നു ഇത്ര നേരം. നിങ്ങളുടെ പിള്ളേര് വേറെ ലെവലാട്ടോ 2 പേരും. ഫ്ലൈറ്റ് എന്നെയാണോ, 3 വരില്ലാണോ? ഒരു ഐഡിയ ഇല്ല എന്താ സംഭവിക്കുന്നത്. ഇവന്മാര് നമ്മളോട് 12 മണി പറഞ്ഞാൽ ഇവന്മാരെ ചിലപ്പോൾ 11:30 എടുത്തോണ്ട് പോകും ഫ്ലൈറ്റ്. അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് ഇവർക്ക്. അതാണ് ഇവിടുത്തെ ഇവരുടെ ഒരു ചെറിയ പ്രശ്നം എന്ന് പറയുന്നത്. ഏത് സമയത്തും ഇങ്ങനെ അനിശ്ചിതാവസ്ഥയിലാണ്. എന്തായാലും താങ്ക്സ് ഫോർ ഹോസ്റ്റിംഗ് മീ ആൻഡ് ഡ്രോപ്പിംഗ് മീ ബാക്ക് ടു എയർപോർട്ട്. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു അഗെയിൻ. ഇനിയും എന്തെങ്കിലുമൊക്കെ സെലോസിയൽ വരുവാണെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വീണ്ടും സന്ധിക്കും വരെ വണക്കം. അപ്പൊ അല്ലെങ്കിൽ നാട്ടിൽ വരുമ്പോ എപ്പോഴെങ്കിലും നാട്ടിൽ വരാറുണ്ടോ? ഞങ്ങൾ അടുത്ത വർഷം വരണം എന്നിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് വരുന്ന സമയത്ത് നിങ്ങൾ നാട്ടിലുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവും. ഓക്കെ,
നിങ്ങളുടെ സാധാരണ ഗതിയിൽ അങ്ങനെയല്ലല്ലോ, ഒരു സ്ഥലത്ത് അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുവാണല്ലോ. അതെ, എയർപോർട്ടിന് തൊട്ടടുത്ത് തന്നെയാണ് ശ്മശാനം. അത് ഞാൻ കണ്ടില്ലായിരുന്നു. എയർപോർട്ടിനടുത്ത് കടൽ തീരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന സെയിന്റ് ലൂസിയക്കാർ. നല്ല കടൽക്കാറ്റൊക്കെ കൊണ്ട് ആരും ഡിസ്റ്റർബ് ചെയ്യാനില്ല. വിമാനത്തിൽ ലാൻഡ് ചെയ്യുമ്പോൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഇവരെയൊക്കെ കണ്ട് ബൈ പറയാം. അതെ, ഇത് കണ്ടോ, ഇത് മാത്രമാണ് ഇവിടുത്തെ എയർപോർട്ട്. ഇത്രേ ഉള്ളൂ. ഇത് ലക്ഷദ്വീപിനെ കാട്ടി ചേർന്നത്. അത് ഇതിലും വലിയ എയർപോർട്ടാണ് ലക്ഷദ്വീപ്. നമ്മൾ സെക്യൂരിറ്റി ചെക്ക്, ഇമിഗ്രേഷനും പരിപാടികളെല്ലാം കഴിഞ്ഞ് അകത്ത് കയറി വന്നു കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് കാണുന്നത് ഇതാണ്. ഒറ്റ ഗേറ്റ്, 2 ഗേറ്റ്, വേറെ ഒന്നുമില്ല. മനസ്സിലായില്ലേ? ഇത്രയും പരിപാടികളേ ഉള്ളൂ. അതാണ് സംഭവം. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കുഞ്ഞ് എയർപോർട്ട്, വളരെ ചെറിയ എയർപോർട്ട്. എനിക്ക് എന്തുവാടി, ഇതൊരു കടയുണ്ട് അതിനകത്ത്. ഭാഗ്യം. ഈ എയർപോർട്ടിലെ ശുചിമുറി കണ്ടില്ല എനിക്ക്, ഇത്രേ ഉള്ളൂ. അതുപോലെ ചെറുതാണ്. പിന്നെ ബാക്കിയെല്ലാം ചെറുതാണ്, പിന്നെ ചെറുതായിരിക്കും. ഇവിടെ എല്ലാം ഇപ്പോൾ ക്രിയോൾ ഹെറിറ്റേജ് മന്ത് എന്നും പറഞ്ഞുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഹെറിറ്റേജ് മന്ത് എന്ന് പറഞ്ഞാൽ ഇവരുടെ പഴയ സാധനങ്ങളൊക്കെ, ഈ മുളയും പിന്നെ ഇങ്ങനത്തെ ഈ തൊപ്പി, പിന്നെ ഈ പാത്രങ്ങൾ, അങ്ങനെ സാധനങ്ങളൊക്കെ ഇവർ പണ്ട് ഉപയോഗിച്ചിട്ടിരുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഇവർ ഉപയോഗിക്കും. അപ്പോൾ കട വരെ അടച്ചു. നോക്കി, കട അടച്ചു കേസ്. ഇവിടെ വീണ്ടും ഫ്ലൈറ്റ് ഡിലേ ആയി തോന്നുന്നു കേട്ടോ. എന്താ സംഭവം കാണിക്കുന്നത്? എൻ്റെ ഫ്ലൈറ്റ് ഇവിടെ ഡിപ്പാർച്ചേഴ്സ് കാണിക്കുന്നില്ലല്ലോ. ഞാൻ ഇതിനകത്ത് കയറിയിരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 1.25 മണിക്കൂറായി. 12:30 പോകുമെന്ന് പറഞ്ഞ ഫ്ലൈറ്റ് ഇപ്പോൾ 1:15, എന്നിട്ടും ഒന്നും അനക്കമില്ല. ഇങ്ങനെ ആ എയർപോർട്ടിൻ്റെ സൈഡിൽ കൂടെ നടന്ന് ആണ് നമുക്ക് വിമാനത്തിലേക്ക് കയറേണ്ടത്. ഓരോ എയർപോർട്ടുകളുടെ രീതി വ്യത്യസ്തമാണ്. കണ്ടില്ലേ എങ്ങനെയാണ് പോകുന്നത്? നോക്കി, ഇവിടെ വിമാനങ്ങൾ കിടക്കുന്നു. നമ്മൾ ബസ് സ്റ്റാൻഡിൽ ബസ് കയറുന്ന പോലെ സെയിം. എനിക്ക് അതുപോലെ തോന്നുന്നു, ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറുന്ന പോലെ. അതാണ് നമ്മുടെ വിമാനം. ആദ്യമായിട്ടാണ് നമ്മുടെ ഇന്റർ കരീബിയൻ്റെ ഫ്ലൈറ്റ് പണി തരുന്നത് ലേറ്റായിട്ട്. ബാക്കി വിൽനെയറാണ് ഇതുവരെ പണി തന്നിട്ടുള്ളത്. അതിൻ്റെ മറ്റേ കോമ്പൻസേഷനൊക്കെ കിട്ടി കേട്ടോ. എനിക്ക് $500 ഒരു തവണ കിട്ടി. ഇത് രണ്ടാമത്തത് ഇനി ക്ലെയിം ചെയ്തിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. സ്റ്റോം വന്ന് ക്യാൻസലായത്. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ഈ വിമാനം വൈകി കഴിഞ്ഞാൽ നമുക്ക് കോമ്പൻസേഷൻ കിട്ടത്തില്ല, വാങ്ങണം, ചോദിച്ചു വാങ്ങണം. അങ്ങനെ ഫൈനലി നമ്മളെത്തി വീണ്ടും ഇന്റർ കരീബിയൻ VQTRS. ATR ആണ്, ATR. ഈ കാറൊക്കെ ചില സ്ഥലത്ത്, വണ്ടിയൊക്കെ ഈ പോലീസ് സ്റ്റേഷന് മുമ്പിൽ തുരുമ്പെടുത്ത് കിടക്കത്തില്ലേ, അതേപോലെ കുറേ വിമാനങ്ങളൊക്കെ അവിടെ ഇവിടെ കിടക്കുന്നതാണ്. ഇപ്പോൾ ഗുഡ് ബൈ സെയിന്റ് ലൂഷ്യ. നമ്മൾ പോകുന്നത് നമ്മുടെ അടുത്ത രാജ്യമായ ബാർബഡോസിലേക്ക്. ബാർബഡോസ് ഇവിടെ നിന്ന് ഒരു 35 മിനിറ്റ് യാത്രയുണ്ട്. അടിപൊളി. ഇങ്ങനെ നമ്മൾ ബാർബഡോസ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പരന്ന രാജ്യമാണ്. അത് ഇത്രയും തവണ നമ്മൾ കണ്ടത് കുന്നും മലയുള്ള സ്ഥലമാണെങ്കിൽ ഇവിടെ കുന്നും മലയൊന്നുമില്ല. ഇത് പരന്ന രാജ്യമാണ്. ഈ രാജ്യം മൊത്തത്തിൽ നമുക്ക് കാണാം. ഏകദേശം 35 കിലോമീറ്റർ നീളവും 30 കിലോമീറ്റർ വീതിയുള്ള ഒരു കുഞ്ഞു രാജ്യമാണ് ബാർബഡോസ് എന്ന് പറയുന്നത്. ആ രാജ്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ബാർബഡോസിന് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഇവരുടെ ക്യാപിറ്റൽ സിറ്റിയാണ് ഈ ക്രൗഡഡ് ആയിട്ട് ഈ ഭാഗത്ത് കാണുന്നത്. ബ്രിഡ്ജ് ടൗൺ, അതാണ് ഇവരുടെ ക്യാപിറ്റൽ സിറ്റി. അവിടെയാണ് ഈ രാജ്യത്തിൻ്റെ 1/3, അതായത് 1/3 ഭൂരിപക്ഷം വരുന്ന ആൾക്കാരും താമസിക്കുന്നത് അവിടെയാണ്. വളരെ മനോഹരമായിട്ടുള്ള ബീച്ചുകളൊക്കെയുള്ള ഒരു കിടിലൻ രാജ്യം. ഇവിടെ കുറച്ചും കൂടെ വലിയ എയർപോർട്ടൊക്കെ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട് കേട്ടോ. 5-6 വിമാനങ്ങളൊക്കെ വേറെ കിടപ്പുണ്ട്. പല രാജ്യങ്ങളുടെയും എംബസികളും മറ്റുമൊക്കെ ഉള്ളത് ഇവിടെയാണ്. നമ്മളെത്തുന്നു ബാർബഡോസ്. നമ്മൾ ഇറങ്ങുന്നത് നമ്മുടെ 87ാമത്തെ രാജ്യത്തേക്ക്. 87ാമത്തെ രാജ്യം ബാർബഡോസ് എന്ന് പറഞ്ഞ നമ്മുടെ രാജ്യത്തേക്ക് സ്വാഗതം. വെൽക്കം ടു ബാർബഡോസ്. ഇതൊരു ഈസ്റ്റേൺ കരീബിയൻ രാജ്യമാണ്. ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു രാജ്യമാണ്. നമുക്ക് ബാക്കി സംഭവങ്ങളൊക്കെ പുറത്തു പോയി കാണാം. റെൻ്റ് കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. റെൻ്റ് കാർ വെച്ചിട്ടാണ് നമുക്ക് ഈ രാജ്യത്ത് കറങ്ങേണ്ടത്. യു കം ഹോം, വെൽക്കം ടു ബാർബഡോസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോർഡ് നമ്മളെ സ്വാഗതം ചെയ്യുന്നു. സോ ലെറ്റ് മീ ഗോ ആൻഡ് ഡു ദ ഇമിഗ്രേഷൻ, എന്നിട്ട് ബാക്കി പരിപാടികളൊക്കെ കാണാം. ഇത് കൊള്ളാലോ. ഇത് കുറച്ചും കൂടെ അടിപൊളി എയർപോർട്ടാണ്. എന്തായാലും ഐ എം സൂപ്പർ എക്സൈറ്റഡ്. ഈ കരീബിയൻ രാജ്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. പല സംഭവങ്ങളും നമ്മുടെ വ്യൂസൊക്കെ കുറവാണെന്നുണ്ടെങ്കിലും നമുക്ക് യാത്രകൾ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും ഇന്നും നാളെയോ എന്തെങ്കിലുമൊക്കെ ആളുകൾ വീഡിയോസ് കാണും. അതാണ് ആകെയുള്ളൊരു ആശ്വാസം. സോ വെൽക്കം ടു ബാർബഡോസ്. യെസ്, അങ്ങനെ
ഞാൻ എല്ലാ പരിപാടികളും കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നു. അതായത് നമ്മുടെ ഇമിഗ്രേഷനും പിന്നെ കസ്റ്റംസ് ഇവിടെ വലിയ സീനൊന്നും ഇല്ലായിരുന്നു. സോ ദേ ഡിഡ്ന്റ് ആസ്ക് മീ എനിത്തിങ്. നോ ഐ ആം ഗുഡ്. താങ്ക് യു. ടാക്സി വേണ്ട, നമുക്ക് റെൻ്റ് കാർ സംഭവങ്ങൾ ഞാനിവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ് മീ സീ വെയർ ഇസ് മൈ റെൻ്റൽ കാർ ഓഫീസ് ഹിയർ. ഞാൻ അലാമോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ റെൻ്റ് കാറാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ് മീ സീ ദാറ്റ്. ആക്ച്വലി ഇവിടെ ലേറ്റായി, എത്ര മണിക്കൂർ ഇന്നത്തെ ഒരു ദിവസം പോയി. സമയം ഇപ്പം 3 മണിയായി. എനിക്ക് ശരിക്കും ഇന്ന് പകൽ മൊത്തം ഇവിടെ കിട്ടാണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് പോയി കിട്ടി. Hi, my name is Sujit. I have a booking from Alamo. Alamo, Sujit. Yeah, Sujit Bhaktad. Spell the last name for me. Oh, last name is Tundu Madam. It's a very long name. You can see my name will be the longest one in your list. Yes. You got it? നല്ല റേറ്റ് അവിടെ എല്ലാം. ഇവിടെ ഇവർക്ക് ബാർബേഡിയൻ ഡോളർ എന്ന് പറഞ്ഞൊരു ഡോളറുണ്ട്. അതിന് $1 എന്ന് പറഞ്ഞാൽ നമ്മുടെ 44 രൂപയാണ്. ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണ് കാര്യങ്ങളൊക്കെ. Yeah, that's it. Yeah, I have 24/7 assistance. Okay. This is the number you call, 1246, or you can WhatsApp. Okay. Also, Yeah, thank you. you're welcome. Yeah. അങ്ങനെ മാരുതി സ്വിഫ്റ്റ്, ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയാണ് മാരുതി സ്വിഫ്റ്റ്. ഞാൻ സ്വിഫ്റ്റ് ഓൺ ചെയ്തിട്ടില്ല, പക്ഷേ എനിക്ക് എപ്പോഴെങ്കിലും ഒരു ചെറിയൊരു വണ്ടി വാങ്ങണമെങ്കിൽ ഞാൻ സ്വിഫ്റ്റ് വാങ്ങണം എന്നൊക്കെ കരുതി ഇടയ്ക്ക് കുറച്ച് ആൾ പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റെഡ് കളർ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ കിട്ടും, എല്ലായിടത്തും ഉണ്ട് റെഡ്. മാരുതി സ്വിഫ്റ്റിൻ്റെ റെഡ് കളർ വണ്ടി സ്വിഫ്റ്റ് അടിപൊളി, ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇച്ചിരി പഴയതാണെന്ന് തോന്നുന്നു. സ്വിഫ്റ്റ് പണ്ട് ഡീസൽ ഉണ്ടായിരുന്നു. സ്വിഫ്റ്റ് പല വേരിയൻസ് ഉണ്ടല്ലോ. സ്വിഫ്റ്റിൻ്റെ ഒരു ഡീസൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഉണ്ടായിരുന്നു പണ്ട്. ഞാനത് കുറേ ഓടിച്ചിട്ടുണ്ട്. ഭയങ്കര ടർബോ ഒക്കെ ഉള്ളൊരു വണ്ടി. അത് ഏത് മോഡലാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇച്ചിരി പഴയ വണ്ടിയായിരുന്നു. സോ അങ്ങനെ ഫൈനലി നമ്മൾ വണ്ടി എടുത്തു. ഈ വണ്ടിക്ക് എത്ര റെൻ്റെന്നറിയോ? ഈ സ്വിഫ്റ്റ് ആണെന്നുണ്ടെങ്കിലും 2 ദിവസത്തേക്ക് 18,000 റുപ്പീസ്, $212 US ആണ് ഇതിൻ്റെ റെൻറ്റ്. അതിൽ ഞാൻ എക്സ്ട്രാ ഇൻഷുറൻസ് ഒന്നും എടുക്കാതിരുന്നത് കൊണ്ട് അവർ എൻ്റെ ക്രെഡിറ്റ് കാർഡിൽ ഏകദേശം $750, അതായത് 65,000 റുപ്പീസ് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അതായത് വണ്ടിക്ക് എന്തെങ്കിലും ഡാമേജ് വരുത്തുകയാണെങ്കിൽ അതിൽ നിന്നും കട്ട് ചെയ്യാൻ വേണ്ടി, അതായത് എക്സ്ട്രാ ഇൻഷുറൻസ് എടുക്കാത്തതുകൊണ്ട്. എക്സ്ട്രാ ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 8,000 റുപ്പീസും കൂടെ ആവും 2 ദിവസത്തേക്ക്. അപ്പം ഇവിടെ ഇച്ചിരി കത്തിയാണ് മൊത്തത്തിൽ. ഒന്നും പറയണ്ട. ശരിക്കും കരീബിയൻ രാജ്യങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രാവൽ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ട്രാവൽ ചെയ്യുകയാണ്. ബേസിക്കലി നമുക്ക് എൻ്റെ ലക്ഷ്യം എല്ലാ രാജ്യങ്ങളും സന്ദർശിക്കുക എന്നുള്ളതാണ്. സോ ഓഫ് കോഴ്സ് അതുകൊണ്ട് ഞാൻ ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ അതിനോടൊപ്പം നമ്മൾ വീഡിയോ ചെയ്യുന്നു. ഓഫ് കോഴ്സ് വീഡിയോ ചെയ്യുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട്. എല്ലാവരും അങ്ങനെയാണല്ലോ, എല്ലാ യൂട്യൂബേഴ്സ് അങ്ങനെയാണല്ലോ. അല്ലാതെ ആരും ഒരു പ്യുവർ ട്രാവലേഴ്സ് അല്ലല്ലോ. എന്തൊക്കെ പറഞ്ഞാലും എല്ലാവരും പ്യുവർ ട്രാവലേഴ്സ് ആണെന്നുണ്ടെങ്കിലും വീഡിയോ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എല്ലാവരും യൂട്യൂബിൽ ട്രാവൽ ചെയ്യുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് ട്രാവൽ ചെയ്യുന്നത്. വീഡിയോ ചെയ്യുക എന്നുള്ള ലക്ഷ്യമുണ്ട് മെയിനായിട്ട്. നല്ല എക്സ്പെൻസീവ് ആണ് ഇവിടെ. നമ്മുടെ വ്യൂസൊക്കെ കുറവാണ്, എല്ലാവർക്കും അറിയാം. കരീബിയൻ യാത്രകൾ പലർക്കും പല രീതിയിലാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. സോ നത്തിങ് ഇൻട്രസ്റ്റിംഗ് എന്നൊക്കെയാണ് പലരും പറയുന്നത്. സോ ദർ ആർ ലോട്ട് ഓഫ് ഇൻട്രസ്റ്റിംഗ് തിങ്സ് വിച്ച് ഐ ആം എക്സ്പീരിയൻസിങ്. ഓരോ രാജ്യത്തെയും കൾച്ചർ മനസ്സിലാക്കുന്നു, അവിടുത്തെ ആളുകളെ മീറ്റ് ചെയ്യുന്നു, പല പല സംഭവങ്ങൾ. എവറി ഐലൻഡ് ഈസ് ഡിഫറെൻറ്റ്. കുറച്ച് കാടും മലയും ഈ പറഞ്ഞ പോലെ ബീച്ചും ഒക്കെ കോമൺ ആണെന്നുണ്ടെങ്കിലും അവിടുത്തെ കൾച്ചർ ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഇപ്പം ഞാൻ വന്നിരിക്കുന്ന ബാർബേഡോസ് എന്ന് പറഞ്ഞ രാജ്യം. ബാർബേഡോസ് നമ്മളെ ബ്രിട്ടീഷുകാരുടെ കോളനി ആയിരുന്നു. കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ ഇത് റിപ്പബ്ലിക് ആയിട്ട്. റിപ്പബ്ലിക് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ പ്രസിഡന്റ് ഉണ്ടാവുക എന്നുള്ളതാണ് റിപ്പബ്ലിക്കിൻ്റെ അർത്ഥം. അതിനു മുമ്പ് പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് ഇവിടെ പ്രൈം മിനിസ്റ്ററും പിന്നെ ബ്രിട്ടീഷ് രാജ്ഞി അല്ലെങ്കിൽ ഇപ്പോഴത്തെ രാജാവാണ് മൊണാർക്ക് എന്ന് പറയുന്നത്. പിന്നെ അവർ അപ്പോയിന്റ് ചെയ്യുന്ന ഗവർണറും മറ്റുമൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് ആ ഒരു സിസ്റ്റം. അപ്പോൾ അതിൽ നിന്നും മാറി ഇവർ ബ്രിട്ടീഷ് കോളനി ആയിരുന്നത് പിന്നീട് റിപ്പബ്ലിക്കായി ഈ രാജ്യം. പിന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു 75,000-80,000 ആൾക്കാരും ബ്ലാക്സ് ആണ്. പിന്നെ മിക്സഡ് പോപ്പുലേഷൻ ഉണ്ട്. ഇന്ത്യൻസ് ഉണ്ട് ഒരു 2%. ഇംഗ്ലീഷാണ് ഇവരുടെ ഭാഷ. ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യമായതുകൊണ്ട് തന്നെ നമുക്ക് ഈസിയാണ് ട്രാവൽ ചെയ്യാൻ പല കരീബിയൻ രാജ്യങ്ങളും. ഫുഡ് നമുക്ക് ഫേവറബിൾ ആണ്, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡ് കിട്ടും. പിന്നെ ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. സോ അതൊക്കെ നമുക്ക് കാണാം. ഞാൻ എന്തായാലും ഫസ്റ്റ് നമ്മുടെ താമസിക്കുന്ന എയർബിഎൻബിയിലേക്ക് പോയിട്ട് നമുക്ക് ബാഗൊക്കെ അവിടെ വെച്ചിട്ട് പോവാം. എന്തായാലും ഈവനിങ് ആയി. ഇന്റർ കരീബിയൻ ചതിച്ച് എൻ്റെ ഇന്നത്തെ പകുതി ദിവസം പോയി. ഇന്ന് രാവിലെ 10 മണിക്ക് ഇവിടെ എത്താണ്ട്. ഇന്നത്തെ ഫുൾ പകൽ എനിക്ക് ഇവിടെ കിട്ടുന്നതാണ്. അതും ഇന്റർ കരീബിയൻ ചതിച്ചു. ഇന്റർ കരീബിയ ഇവിടെ ബസ്സൊക്കെ ഉണ്ട്. പുറകിലൊരു ബസ് വരും. ഇവിടെ ഏത് ഐലൻഡിൽ പോയി കഴിഞ്ഞാലും ബീച്ചിനോട് ചേർന്നായിരിക്കും എല്ലാ ആൾക്കാരും കൂടുതലും താമസിക്കുന്നത്. പക്ഷേ ഈ ഒരു ദ്വീപിൽ അങ്ങനെയല്ല. ഈ ഒരു ദ്വീപിൽ എല്ലായിടത്തും താമസം ഉണ്ടാവും. കാരണം ഈ ഒരു ദ്വീപ് വളരെ പരന്ന ഒരു സ്ഥലമാണ്. അത് മാത്രമല്ല ഇവിടെ കുന്നും മലയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എവിടെ നോക്കിയാലും നമുക്ക് പല സ്ഥലത്തും ബീച്ചും കാണാൻ സാധിക്കും. ഇവിടത്തെയൊക്കെ വീടുകൾ നമ്മുടെയൊക്കെ നാട്ടിലെ വീടുകളൊക്കെ പോലെ തന്നെയാണ്. അപ്പോൾ ഈ ഐലൻഡുകളെ കാലാവസ്ഥയും ബാക്കിയുള്ള സംഭവങ്ങളും വീടുകളും അവിടുത്തെ രീതികളും പരിപാടികളും എല്ലാം സിമിലർ ടു അവർ കൺട്രി എന്നൊക്കെ വേണം പറയേണ്ടിയിരിക്കുന്നത്. വീടുകളൊക്കെ കണ്ടില്ലേ, എല്ലാം
നല്ല അടിപൊളി വീടുകളാണ് മിക്കതും. ഞാനിവിടെ ഒരു എയർബിഎൻബി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ദിവസത്തേക്ക് ഏകദേശം 12,000 രൂപയാണ് എനിക്ക് എയർബിഎൻബിക്ക് കൊടുക്കേണ്ടി വന്നത്. ഹോട്ടൽസൊക്കെ എക്സ്പെൻസീവ് ആണ്. ഇതുപോലുള്ള രാജ്യങ്ങളിൽ നമുക്ക് എയർബിഎൻബി താമസിക്കുക എന്നുള്ളതാണ് നമുക്ക് അഫോർഡബിൾ ആയിട്ട് ഉള്ള ഒരു പരിപാടി എന്ന് പറയുന്നത്. ഇതാണ് വീട്, കാസ ഫിലിപ്പ് കരീബിയൻ ഗെറ്റവേ. ഇതും മോശമൊന്നുമില്ല. ഇവരിവിടെ വരുന്നതിന് മുമ്പായിട്ട് മൈക്യൂ എന്ന് പറഞ്ഞൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചായിരുന്നു എന്നോട്. അപ്പോൾ ആ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചിട്ട് അതിനെനിക്ക് ആക്സസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ആ ആപ്പ് മെയിൻ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആപ്പാണ്. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങണ്ട, ആ ആപ്പ് ഓണാക്കി അതിൽ ഞെക്കിയാൽ മതി. അതിലൊരു ഡിവൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നുണ്ടോ, ആ ഡിവൈസാണ് ശരിക്കും ഈ വൈഫൈയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇതുമായിട്ട് ആക്ടിവേറ്റ് ആയിട്ടിരിക്കുന്നത്. സോ എനിക്കിത് ആപ്പ് ഉപയോഗിച്ച് വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ വളരെ ഈസി ആയിട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണത്. കൊള്ളാം അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഇതൊരു വീട്, നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു സാധാരണ ഒരു വീട്. വീടിന് മുമ്പിൽ മാവൊക്കെ ഉണ്ട്, മാവ് പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മാവ്, വാഴ, തെങ്ങ് അങ്ങനെ സാധനങ്ങളൊക്കെ നിൽപ്പുണ്ട്. നമ്മൾ ആക്ച്വലി ഇപ്പോൾ ഉള്ളത് ഈ എയർപോർട്ടിൻ്റെ സമീപത്തായിട്ടാണ്, അതായത് എയർപോർട്ടിൻ്റെ റൺവേയുടെ ഒരു എൻഡാണെന്ന് തോന്നുന്നു ഇവിടെ. അപ്പോൾ എനിക്കിവിടെ ഡ്രോണൊന്നും പറത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ നല്ലൊരു വീടല്ലേ. സോ എന്തായാലും നമുക്ക് റൂം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം പോയിട്ട്. വാട്ട്സ് യുവർ നെയിം? Sean. Sean, okay. Yeah. Okay. And we want to get the long cut this evening as well. Mm-hmm. So you can just park the car in here as well. Okay. It says you the code, yeah? Oh yeah, I have my code, yeah. So should I close the gate once I am inside, or it's automatic? No, you have to manually close it. Okay, fine. Yeah. I'll do that. It's here? Yeah. Okay. So main kitchen is here. Mm-hmm. And you have the garbage, you have utensils over there, pots and pans, microwave, fridge and freezer. To your right is a balcony. Okay. Bathroom is straight down this color. Oh, thank you. Thank you so much. Yeah. Next more, so the AC remote is right here. Okay. There's like one there on the table. Yeah, I'll do it. Right. You have the Wi-Fi and stuff, yeah? Okay. Yeah. Yeah, all good. All right. Thank you. Anything, just message me. Oh yeah, sure. We have the towels and already. Yeah, okay, fine. All good, yeah. If you need more towels, just let me know. That's good. Yeah. Yeah. Thank you. ഞാൻ താമസിക്കുന്ന റൂം ഉണ്ടോ, 2 ദിവസത്തേക്ക് 12,000 രൂപ. കൊള്ളാമല്ലേ? ബാത്റൂം പക്ഷേ അറ്റാച്ച്ഡ് അല്ല, അതാണ് പ്രശ്നം. ഇത് ശരിക്കും ഒരു വീടാണേ. ഒരു വീടിൻ്റെ താഴെ പുള്ളി താമസിക്കുന്നു, അതിൻ്റെ മുകളിൽ പുള്ളി വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. പുള്ളി ഇതിൻ്റെ ഓണറായിരിക്കാം, അല്ലെങ്കിൽ പുള്ളി ഇത് റെൻറ്റിനെടുത്തതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിരിക്കാം. ഇതൊരു ഹോസ്റ്റൽ പോലെ പുള്ളി മാനേജ് ചെയ്യുകയാണ്. റൂം സൺസെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വേറെ റൂമുണ്ട്. പിന്നെ ഇത് റൂം സീ ഫാൻ, പിന്നെ ഇത് വേറെ റൂം, അത് വേറെ റൂം, അങ്ങനെ കുറേ റൂംസ് ഉണ്ട്. പിന്നെ എന്താണ് റൂം സ്കൈ എന്ന് പറഞ്ഞ വേറെ റൂമുണ്ട്. ഇതാണ് ബാത്റൂം കോമൺ ആണോ അതോ കോമൺ ആയിരിക്കാനാണ് സാധ്യത. അത് ഞാൻ ആക്ച്വലി ശ്രദ്ധിച്ചില്ല കേട്ടോ. ഞാൻ അത് ബുക്ക് ചെയ്യാൻ നേരം കോമൺ ബാത്റൂമാണോ എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചില്ല. അതാണ് എനിക്ക് പറ്റിപ്പോയത്. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. നമ്മളെന്തായാലും കുളിക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. സോ ബാക്കിയുള്ള പരിപാടികൾ സോപ്പ്, ഷാമ്പു അങ്ങനെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇവിടെ മുമ്പിലൊരു ബാൽക്കണി ഉണ്ട്. ഈ ബാൽക്കണി എന്ന് പറയുമ്പോഴത്തേക്കിനും ഇവിടെ ഹാമോക്സ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. നല്ല അടിപൊളി ഒരു ബാൽക്കണി. ഇവിടെ നിന്ന് നമുക്ക് അങ്ങ് ദൂരെ കടൽ കാണാം. ഈ ഐലൻഡിൽ നമുക്ക് എവിടെ വന്നാലും എവിടെ നിന്നാലും നമുക്ക് കടൽ കാണാൻ പറ്റും എന്നുള്ളതാണ് ഐലൻഡുകളുടെ പ്രത്യേകത. മുമ്പിൽ കണ്ടില്ലേ എന്തോരം മാവാ നിൽക്കുന്നത് നോക്ക്. കിട്ടില്ല. ശരിക്കും ഇവിടെ നിന്ന് ഡ്രോൺ പറത്തി വിടുകയാണെങ്കിൽ നല്ല വിഷയമായിരിക്കും. പക്ഷേ എയർപോർട്ട് അടുത്തായിട്ട് നമുക്ക് പറത്താൻ പറ്റില്ല. ഇവിടെ മാവുണ്ട്, പിന്നെ വേറെ എന്തൊക്കെയോ കുറേ തെങ്ങുണ്ട്, പിന്നെ എന്തൊക്കെയോ കരിമ്പുണ്ട്, വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നാരങ്ങ അങ്ങനത്തെ പല പരിപാടികളുണ്ട്. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നല്ല പച്ചപ്പും ഹരിതാപയൊക്കെ ആയിട്ട് നൈസ് സ്ഥലമാണ്. ഇത് എൻ്റെ റൂം. ഞാനിപ്പോൾ AC ഓണാക്കി. പിന്നെ നൈസ്, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു കിടിലൻ ലൊക്കേഷനാണ്. എന്തായാലും നമുക്കൊന്ന് പുറത്തേക്ക് പോയി ഇപ്പം. ഇവിടെ താഴെ ഒരു ഫുൾ ഫ്ലഡ്ജ് കിച്ചൺ ഉണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യാം. അതിന് വേണ്ടിയുള്ള പരിപാടികളെല്ലാം ഉണ്ട്. പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ പാത്രങ്ങളും പരിപാടികളും ഫ്രിഡ്ജും എല്ലാ പരിപാടിയും ഉണ്ട്. എന്തെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വെക്കുകയും ചെയ്യാം. കമോൺ മാൻ, ദേ വിമാനം ലാൻഡ് ചെയ്യുന്നു. അടിപൊളി. അപ്പോൾ നമ്മുടെ വീട് ശരിക്കും ഈ കാണുന്ന ഈ ഭാഗത്ത് എവിടെയാണ് നമ്മുടെ വീട്. അപ്പോൾ ഇതാണ് റൺവേയുടെ അറ്റം. കണ്ടോ, അവിടെ ടച്ച് ഡൗൺ ചെയ്താണ്ടോ. അടിപൊളി. അപ്പോൾ അതാണ് അയാൾ എഴുതിയിരുന്നത് ഏവിയേഷൻ ലവേഴ്സിന് പറ്റിയ സ്ഥലമാണെന്ന്. നമ്മൾ ഇതുവരെ പോയ രാജ്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിനും കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതൽ വിമാനങ്ങൾ ഇവിടേക്ക് വരുന്നുണ്ട്. നോക്കാം, സമയമുണ്ടോ അറിയില്ല.
ഞാൻ എന്തായാലും ഇപ്പോൾ ബ്രിഡ്ജ് ടൗൺ എന്ന് പറയുന്ന ഇവരുടെ ആ ഒരു മെയിൻ ടൗണിലേക്കാണ് പോകുന്നത്. ഇവിടെ മൊത്തത്തിൽ എല്ലാം ടൗൺ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കണ്ടിട്ട് എനിക്കൊരു കേരളം പോലെ തന്നെയാണ് ഫീൽ ചെയ്തത്. കാരണം കേരളത്തിൽ നമുക്ക് ടൗൺ മാത്രമല്ലേ ഉള്ളൂ എല്ലായിടത്തും. സോ ബ്രിഡ്ജ് ടൗൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ പോവാണ്. പോകുന്ന വഴിക്ക് നമുക്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കാഴ്ചകളൊക്കെ കാണാം. നല്ല സുഖമാട്ടോ ഈ വണ്ടി ഓടിക്കാനായിട്ട്. എനിക്ക് ഇത്തിരി ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ്. ഇവിടെ എയർപോർട്ടിൽ നിന്ന് മെയിൻ സിറ്റി സെൻറ്ററിലേക്ക് പോകാനായിട്ട് അത്യാവശ്യം നല്ല ഒരു ഹൈവേ പോലത്തെ വഴിയുണ്ട്. 80 km/h സ്പീഡിൽ നമുക്ക് ഈ റോഡിലൂടെ വണ്ടി ഓടിക്കാൻ പറ്റും. ഇത് 4 വരി പാതയൊന്നുമല്ല, പക്ഷേ അത്യാവശ്യം നീണ്ടു നിവർന്ന് നടക്കുന്ന വഴിയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ബാർബഡോസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഫ്ലാറ്റ് ലാൻഡാണ്. ഇവിടെ കുന്നും മലയൊന്നുമില്ല. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള കുറേ പോസിറ്റീവ്സ് ഇവിടെയുണ്ട്. ഇത് അത്യാവശ്യം നല്ല വലിയ ടൗൺ ആട്ടോ. ഇത് ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിപ്പോൾ ടൗണിലോട്ട് എത്തിയപ്പോഴത്തേക്കിനും നല്ല ബ്ലോക്കായി. ഇത് നമ്മൾ ഇതുവരെ കണ്ട മറ്റേ ഐലൻഡ് രാജ്യങ്ങൾ പോലെ അല്ല. ഇത് കുറച്ചും കൂടെയൊക്കെ ഡെവലപ്ഡാണ്. എനിക്കൊന്ന് പോർട്ടൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചെങ്കിലും ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലം കാണുന്നത് ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ നാൾക്ക് ശേഷം കേട്ടോ ഞാൻ ഒരു ബസ്സൊക്കെ കാണുന്നത്. ഇവിടെ ഇങ്ങനത്തെ ബസ്സൊക്കെ ഉണ്ട്. എൻ്റെ ദൈവമേ, ഞാൻ ഈ കരീബിയൻ രാജ്യങ്ങളിലൊന്നും ഇങ്ങനെ കാര്യമായിട്ട് ഇതുവരെ പബ്ലിക് ട്രാൻസ്പോർട്ട് വലിയ ബസ്സൊന്നും കണ്ടിട്ടില്ല. വാവ്, ഇത് കൊള്ളാലോ. നിങ്ങൾക്ക് ബസ് കാണുമ്പോഴത്തേക്കിനും അത്ഭുതം വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളിലൊക്കെ ബസ് കാണുമ്പോൾ ഇച്ചിരി അത്ഭുതമൊക്കെ തോന്നും. അതുകൊണ്ടാണ് ഭയങ്കര വൈബാണ്. ഇത് ബസ് സ്റ്റാൻഡാണ്. നോക്കിയേ, ബസ് സ്റ്റാൻഡില് ഇവിടെ എല്ലാം മറ്റേ ഈ കാണുന്നതൊക്കെ ബാറും അങ്ങനത്തെ സെറ്റപ്പൊക്കെ ആണ്ടില്ലേ. ആൾക്കാരൊക്കെ ഇരുന്ന് ചില്ലാവുന്ന കണ്ടില്ലേ. അടിപൊളി കിടിലം ബസ് സ്റ്റാൻഡ്. ഞാനിപ്പോൾ വണ്ടി നിർത്തിയിരിക്കുന്നത് എവിടെയാണെന്നറിയോ? ഇവിടുത്തെ നാഷണൽ ഹീറോ സ്ക്വയർ എന്ന് പറഞ്ഞൊരു സ്ക്വയറിലാണ്. ഇതാണ് ഇവരുടെ പാർലമെൻറ്റ് മന്ദിരം എന്ന് പറയുന്നത്. ഈ കാണുന്ന മനോഹരമായിട്ടുള്ള ആ ഒരു ബ്രിട്ടീഷ് സ്റ്റൈലിലുള്ള കരിങ്കല്ല് വെച്ചുണ്ടാക്കിയ ഈ ഒരു കെട്ടിടമാണ് ഇവരുടെ പാർലമെൻറ്റ് മന്ദിരം. അതിന് മുകളിൽ ഇവരുടെ പതാക ഇങ്ങനെ പറക്കുന്നത് കാണാൻ സാധിക്കും. ഒരു മനോഹരമായിട്ടുള്ള ഒരു ക്ലോക്ക് ടവർ ഉണ്ട്. ആ ക്ലോക്ക് ടവർ വർക്കിംഗ് ആണ്. ഒരു ചെറിയ ഒരു ക്യൂട്ട് പാർലമെൻറ്റ് മന്ദിരം സിറ്റി സെൻറ്ററിൽ തന്നെ. നാഷണൽ ഹീറോ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബസ് സ്റ്റാൻഡും അതേപോലെ തന്നെ യോട്ടുകൾ വരുന്ന സ്ഥലമൊക്കെ ഇറ്റ്സ് വെരി നിയർ. ഇത് ശരിക്കും ഒരു മറീന ഏരിയ ആണ്. ചരക്ക് കപ്പലുകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഈ നഗരത്തിലേക്ക് കയറുന്നതിന് വേണ്ടി ഇത് പൊക്കി വെക്കുന്ന പാലമാണ്. കണ്ടോ, ഇത് നമ്മൾ പല സ്ഥലങ്ങളിലും കാണുന്നതാണ്. ഇത്തരത്തിലുള്ള ഈ നൗകകളും പായ്ക്കപ്പലുകളും ഒക്കെ നഗരത്തിനുള്ളിലേക്ക് ഇതിനകത്തുള്ളിലേക്ക് കയറ്റിയിടുന്നതിന് വേണ്ടി പാലം പൊക്കി വെച്ചിരിക്കുകയാണ്. കണ്ടല്ലേ, ഇത് കൊള്ളാട്ടോ സംഭവം. ഇവിടെ നല്ല അടിപൊളി ഒരു മോണുമെന്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടല്ലേ. ഇത് നല്ലൊരു ഇവരുടെ ഈ ഒരു എന്താ പറയുക, വലിയ വലിയ പൊളിറ്റീഷ്യൻസിൻ്റെയും അതേപോലെ തന്നെ ഇവരുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടാനായിട്ട് പ്രയത്നിച്ച ആൾക്കാരുടെയും അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ പേര് വിവരങ്ങളും ശിലാഫലകങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതെന്താ എഴുതിയിരിക്കുന്നത്? വി ലോയൽ സൺസ് ഡോട്ടേഴ്സ്, പിന്നെ റൈറ്റ് എക്സലന്റ് എറോൾ വാൾട്ടൺ. ഇതൊക്കെ ഇവിടുത്തെ വലിയ വലിയ ആൾക്കാരാണ്. മനസ്സിലായില്ലേ? കൊള്ളാട്ടോ. എനിക്ക് ശരിക്കും ബാർബഡോസ് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി സ്ഥലം. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കരീബിയനിൽ കയറിയിട്ട് ഇത്രയും തിരക്കുള്ളൊരു സ്ഥലം കാണുന്നത് ആദ്യമായിട്ടാണ്. ഇത്ര ക്രൗഡഡ് ആയിരിക്കും ഈ രാജ്യമെന്ന് ആക്ച്വലി ഞാൻ പ്രതീക്ഷിച്ചില്ല. നല്ല തിരക്കേറിയ സ്ട്രീറ്റുകൾ അവിടെയൊക്കെ കണ്ടില്ല. അവിടെയൊക്കെ ആൾക്കാരൊക്കെ തിരക്കാണ്, വണ്ടിയും തിരക്കാണ്, നല്ല റഷുണ്ട്. തിരക്കുണ്ടെങ്കിലും ആൾക്കാരൊക്കെ അത്യാവശ്യം നീറ്റായിട്ടാട്ടോ ഓടിക്കുന്നത്. വണ്ടി ഓടിക്കുന്നതൊക്കെ ഭയങ്കര സമ്മതിക്കണം. കണ്ടില്ലേ, നമ്മളൊക്കെ ആണെങ്കിൽ ഇതിലൂടെ കുത്തിക്കയറ്റി കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് നമ്മൾ ചേർത്ത് വയ്ക്കും. പക്ഷേ ഇത് അങ്ങനത്തെ പരിപാടിയൊന്നും ആരും കാണിക്കുന്നൊന്നുമില്ല. വണ്ടി ഓടിക്കാനൊക്കെ വളരെ സിമ്പിളാണ്. 4:45 മണി അടിച്ചതാ. അടിപൊളി. ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും മണി അടിക്കും അല്ലേ. ഈ സൂര്യൻ ഇവിടെ ഭയങ്കര ശല്യം കേട്ടോ. ഈ സൺസെറ്റ് എന്ന് പറയുന്നത് തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഭയങ്കര ഞാൻ ആ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്ന ഡയറക്ഷനിലേക്ക് എത്ര നേരം വണ്ടി ഓടിച്ച് വന്നുകൊണ്ടിരുന്നത്. ഇത് ശരിക്കും ഫങ്ഷണലാണ് ഈ പാലം. ഇത് കണ്ടോ, റെഡ് ഇട്ടിരിക്കുന്നത് കണ്ടോ, ഇത് പൊക്കി വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, ഇത് ഇത്രയും ഭാഗത്തുള്ള, അതായത് ഈ കാണുന്ന പായ്ക്കപ്പലുകൾക്ക് വരാനും പോകാനും വേണ്ടി ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. പായ്ക്കപ്പലുകളും പിന്നെ അതല്ലാതെ വേറെ പല ബോട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഗ്രാൻവില്ലെ വില്യംസ് ബസ് ടെർമിനലാണ് അങ്ങ് ദൂരെ കാണുന്നത്. ഇവരുടെ ബസ് സ്റ്റാൻഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെയിൻറ്റ് ലൂഷ്യയിൽ നമ്മൾ കയറിയ വിമാനത്താവളത്തെക്കാട്ടി വലുതാണ് ഇവരുടെ ബസ് സ്റ്റാൻഡ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇതൊക്കെ പണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് നിർമ്മിച്ചതാണെന്ന് നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. കണ്ടില്ലേ, ആ ഒരു സംഭവം എല്ലാം നമുക്ക് ആ ഒരു ആർക്കിടെക്ചറൊക്കെ ശരിക്കും വളരെ വ്യക്തമായിട്ട് പ്രകടമാണ്. വൃത്തിയുടെ കാര്യത്തിലും കരീബിയൻ രാജ്യങ്ങളെല്ലാം വളരെ മുൻപന്തിയിൽ തന്നെയാണ്. നല്ല കൾച്ചറാണ്, നല്ല വൃത്തിയാണ്, പൊതുവേ സേഫാണ് കരീബിയൻ രാജ്യങ്ങൾ. കരീബിയൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും പലർക്കും പേടിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തന്നെ പേടിയുണ്ടായിരുന്നു കരീബിയൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും. പക്ഷേ കൺട്രീസ് ഓൾമോസ്റ്റ് ഞാൻ ഇതുവരെ പോയ രാജ്യങ്ങളെല്ലാം സേഫാണ്.
പിന്നെ 1-2 സംഭവങ്ങൾ പല ആൾക്കാരും പല സ്ഥലത്ത് പറഞ്ഞു എന്നുള്ളതല്ലാതെ വേറെ എനിക്കിതുവരെ ഒരു ബുദ്ധിമുട്ടോ ഒരു സ്ഥലത്തും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ടൂറിസ്റ്റുകളാണെങ്കിൽ എസ്പെഷ്യലി ഇഫ് യു ആർ എ ടൂറിസ്റ്റ് യു ആർ ആക്ച്വലി സേഫ്. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പിന്നെ എല്ലായിടത്തും ഉള്ള പോലെ പെറ്റി ക്രൈമും കാര്യങ്ങളൊക്കെ എന്തായാലും സംഭവങ്ങളൊക്കെ ഉണ്ടാവും. സോ അതല്ലാതെ വേറെ സംഭവമൊന്നുമില്ല. ഇറ്റ്സ് നൈസ്. ഞാനിപ്പോൾ കാണാൻ വന്നിരിക്കുന്നത് എന്താ സംഭവം എന്ന് മനസ്സിലായി നിങ്ങൾക്ക്? ഇതാണ് കെൻസിംഗ്ടൺ ഓവൽ സ്റ്റേഡിയം എന്ന് പറയുന്ന ബാർബഡോസിൻ്റെ ക്രിക്കറ്റ് സ്റ്റേഡിയം. അതായത് മെക്ക ഓഫ് കരീബിയൻ ക്രിക്കറ്റ് എന്ന് പറയുന്നതാണ് ഈ ഒരു സ്റ്റേഡിയം എന്ന് പറയുന്നത്. മെക്ക ഓഫ് കരീബിയൻ ക്രിക്കറ്റിൻ്റെ ഏറ്റവും വലിയ ഒരു നെടുന്തൂണാണ് ഈ കെൻസിംഗ്ടൺ ഓവൽ സ്റ്റേഡിയം എന്ന് പറയുന്നത്. അത് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ നമ്മൾ ആ കെൻസിംഗ്ടൺ ഓവൽ സ്റ്റേഡിയത്തിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. കെൻസിംഗ്ടൺ ഓവൽ സ്റ്റേഡിയത്തിൻ്റെ ആ ഒരു ഐക്കോണിക് ബിൽഡിംഗ് ആണ് ആ കാണുന്നത്. ഇവിടെ ഗൈഡഡ് ടൂർസ് ഒക്കെ അവൈലബിൾ ആണ്. ആ ഒരു ഗൈഡഡ് ടൂർസ് അതിൻ്റെ സമയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് ഗൈഡഡ് ടൂറായിട്ട് അകത്തൊക്കെ പോകാൻ സാധിക്കും. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കെൻസിംഗ്ടൺ ഓവൽ സ്റ്റേഡിയത്തിൻ്റെ മുമ്പിൽ നമുക്ക് വളരെ നല്ലൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതിന് മുമ്പിൽ കുറച്ച് ലെജൻസ് ആയിട്ടുള്ള ആളുകളുടെ സ്റ്റാച്യു ഉണ്ട്. പിന്നെ അകത്ത് കുറച്ച് ആൾക്കാർ കുട്ടികൾ ക്രിക്കറ്റൊക്കെ കളിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇറ്റ്സ് നൈസ്. അടിപൊളിയല്ലേ? 1882 ഇവിടെ ആദ്യമായിട്ട് ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ടാക്കുന്നത്. അതായത് കരീബിയനിലെ ആദ്യത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ഈ കെൻസിംഗ്ടൺ സ്റ്റേഡിയം എന്ന് പറയുന്നത്. പിന്നീട് ഇത് പലതവണ റിനോവേറ്റ് ചെയ്ത് ആണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു രീതിയിലേക്ക് ഇരിക്കുന്നത്. വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ഹിസ്റ്ററിയിൽ ധാരാളം സംഭാവനകൾ നൽകിയ ഒരു സ്റ്റേഡിയമാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ കാർഫീൽഡ് സോബേഴ്സ്, മാൽക്കം മാർഷൽ, ഗോർഡൻ ഗ്രീനിഡ്ജ് എന്നൊക്കെ പറയുന്ന പല ആളുകളുടെയും വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സ്റ്റേഡിയമാണത്. ഇതിനകത്ത് തന്നെ നാഷണൽ ഹീറോ എന്നിവർ പറയുന്ന എക്സലൻറ്റ് സർ ഗാർഫീൽഡ് സോബേഴ്സ് എന്ന് പറഞ്ഞ ആളുടെ പ്രതിമയാണ് നമുക്ക് ഇതിൻ്റെ മുമ്പിലായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 2007 ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ് അതിൻ്റെ ഫൈനൽ ഓസ്ട്രേലിയൻ ശ്രീലങ്കയുമായിട്ടുള്ള അതിൻ്റെ ഫൈനൽ നടന്നത് ഇവിടെ വെച്ചിട്ടാണ്. അതേപോലെ തന്നെ 2010 ICC T20 വേൾഡ് കപ്പിൻ്റെ ഫൈനലും ഇവിടെ വെച്ചിട്ടാണ് നടന്നത്. ഓസ്ട്രേലിയനെ ഇംഗ്ലണ്ട് തോൽപ്പിക്കുകയായിരുന്നു ആ ഒരു കളിയിൽ സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ ധാരാളം വലിയ വലിയ മത്സരങ്ങൾ നടന്നൊരു സ്റ്റേഡിയമാണ്. 2006 2007 കാലഘട്ടത്തിൽ ഇത് റിനോവേറ്റ് ചെയ്തിട്ട് 28,000 ആളുകൾക്ക് ഇരിക്കാവുന്ന കപ്പാസിറ്റിയിലേക്ക് ഉയർത്തി എന്നുള്ളതാണ് ഈ സ്റ്റേഡിയത്തിൻ്റെ പ്രത്യേകത. ബാർബേഡിയൻ പ്രൈഡ് ക്രിക്കറ്റിൻ്റെ, അതേപോലെ തന്നെ ക്രിക്കറ്റിലൂടെ കരീബിയൻ യൂണിറ്റി എന്നൊക്കെ പറയുന്ന പല സംഭവങ്ങളും ഈ ഒരു സ്റ്റേഡിയം കൊണ്ട് സംഭവിക്കുന്നു എന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. ശരിക്കും കരീബിയനിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് കെൻസിംഗ്ടൺ ഓവൽ സ്റ്റേഡിയം. ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരും ഇവിടെ വന്ന് കളിയൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മെമ്മറി ആയി വറക്കാം. അങ്ങ് ദൂരെ ഒരു ക്രൂസ് ഷിപ്പ് കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെയും ക്രൂസ് ഷിപ്പ് വരുന്ന സ്ഥലമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഒരു ബിൽഡിംഗ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ അതൊരു ക്രൂസ് ഷിപ്പാണ്. നമുക്ക് ആ ക്രൂസ് കിടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ. നമുക്ക് ചോദിച്ചു നോക്കാൻ പോകാൻ പറ്റുമെന്ന്. നോ ഒഫൻസീവ് വെപ്പൺസ്, നോ സ്മോക്കിംഗ്, നോ അൺഓതറൈസ്ഡ് ഫോട്ടോഗ്രാഫി ഓർ വീഡിയോസ്, ഓൾ എൻട്രൻസ് ആർ സബ്ജക്ട് ടു സെർച്ച് ആൻഡ് എൻട്രി എക്സിറ്റ്. ഓക്കെ പോകാൻ പറ്റത്തില്ല കേട്ടോ, പോകാൻ പറ്റില്ല. സോ ആ വഴിക്ക് നമുക്ക് പോകാൻ പറ്റുകയില്ല. അപ്പോൾ ആ ഭാഗത്തേക്ക് നമുക്ക് എൻട്രി ഇല്ല എന്നുള്ളതാണ്. അതിനകത്ത് കയറാൻ പറ്റുകയില്ല. അത് ക്രൂസിൽ വരുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് ഇവിടെ കുറച്ചുകൂടെ വലിയ സെറ്റപ്പാണ്, വെൽ എസ്റ്റാബ്ലിഷ്ഡാണ്. മനസ്സിലായില്ലേ? അതായത് ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ ചുമ്മാ എങ്ങോട്ട് വേണം പോയായിരുന്നു. പക്ഷേ ഇത് നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ അങ്ങനെ ചുമ്മാ അങ്ങനെ കയറിപ്പോകാനൊന്നും പറ്റത്തൊന്നുമില്ല. സോ ക്രൂസിൽ വരുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതിനകത്തേക്ക് കയറിപ്പോകാൻ പറ്റുള്ളൂ. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കിടില സ്ഥലം. ഞാൻ ആ പോർട്ടിൽ കയറാൻ പറ്റാത്ത വിഷമത്തിലാണ്. കാരണം ആ പോർട്ടിൽ കയറിയാൽ നമുക്ക് വലിയ 2 ഷിപ്പായിരുന്നു. ആ ഷിപ്പിൻ്റെ അടുത്തേക്കൊക്കെ പോകുമായിരുന്നു. ഇവിടെ സൺസെറ്റ് കാണാം. നമ്മൾ ഇതിനു മുമ്പുണ്ടായിരുന്ന നമ്മുടെ സെയിൻറ്റ് ലൂഷ്യ എന്ന് പറഞ്ഞ രാജ്യം വോൾക്കാനിക് റോക്കുകളാൽ ഉണ്ടായപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ബാർബഡോസ് എന്ന് പറഞ്ഞ രാജ്യം ശരിക്കും കോറൽസ് കൊണ്ട് രൂപപ്പെട്ടതാണ്. ഈ പ്ലേറ്റോ മൂവ്മെൻറ്റ് കാരണം ഇത് 1000 വർഷത്തിൽ ഇത്ര ഹൈറ്റ് പൊങ്ങും എന്നൊക്കെ പറഞ്ഞുള്ള കണക്കുകളും മറ്റൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. നമുക്ക് വായിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ തര ഇങ്ങനെ അടിച്ച് കയറാണ്ടിരിക്കാൻ വേണ്ടി ഇവിടെ ഇത്തരത്തിലുള്ള കല്ലുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഇതൊക്കെ കണ്ടില്ല, ഇതൊക്കെ കോറൽസ് കല്ലുകളാണ്. അതായത് കോറൽസ് ഡെപ്പോസിറ്റഡ് ആയിട്ടുണ്ടായ കല്ലുകളാണ്. ഇവിടെ സമീപത്ത് തന്നെ എടുത്താൽ നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയ ഒക്കെ മിക്കവാറും ഇവർ മണ്ണിട്ട് നികത്തിയെടുത്ത് പൊക്കിയെടുത്ത് സെറ്റാക്കിയതായിരിക്കാനാണ് സാധ്യത. അങ്ങ് ദൂരെ നമുക്ക് സൺസെറ്റ് കാണാം. പിന്നെ ക്രൂസ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റത്തില്ല, അതാണ് പോർട്ട് ഏരിയ. പക്ഷേ ഇത് കൊള്ളാം കേട്ടോ, അല്ലേ? അടിപൊളിയല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതുവരെ നമ്മൾ കണ്ട കരീബിയൻ രാജ്യങ്ങളിൽ നിന്നും ഞാൻ കണ്ടതിൽ വെച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള അത്യാവശ്യം ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. സോ ഇവിടെ നമ്മൾ വരുമ്പോഴത്തേക്ക് നമുക്കൊരു കാര്യം കാണാം. പാർട്ടി ലൈക്ക് ഭജൻ എന്നും പറഞ്ഞുകൊണ്ട് കണ്ടോ
എന്താണ് ഭജൻ? നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ഭജൻസ് അല്ല, ഭജൻ അല്ല ഇത് ഭജൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ ആൾക്കാരെ ബാർബേഡിയൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭജൻ എന്നും പറയും. അതായത് ഭജൻ ആൾക്കാരെന്നാണ് ഇവിടുത്തെ ഈ ഒരു പണ്ടുകാലം മുതൽ ഇവിടുത്തെ ബാർബഡോസുകാരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഭജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് ബേസ്ഡ് ക്രിയോൾ ലാംഗ്വേജ് ഭാഷയാണ്. അതായത് ഇവിടുത്തെ ലോക്കൽസ് എന്ന് പറയുന്നതിനെയാണ് ഭജൻ എന്ന് പറയുന്നത്. മനസ്സിലായി? ബാർബേഡിയൻസ് ആയിട്ടുള്ള ഇവിടുത്തെ ലോക്കൽസിനെ അവർ ഭജൻ എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഭജൻ. ഞാൻ ആദ്യം ഭജൻ എന്ന് പല സ്ഥലത്ത് കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു പാർട്ടി കഴിക്കുക ഭജനോ, ഭജന പാടി പാർട്ടി ചെയ്യാനോ, ഇതെന്തുവാടാ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു. പക്ഷെ അത് വേറെ സെറ്റപ്പ്. ഭയങ്കര ബ്ലോക്കാണ് ഇവിടെ, ട്രാഫിക് ഭയങ്കര ട്രാഫിക്കാണ്. പിന്നെ ചില സിഗ്നലൊക്കെ ഇങ്ങനെ കിടക്കും. എനിക്കൊരു 700 മീറ്റർ പോയാൽ മതി. എത്ര നേരം പറയാം ആ പോട്ടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് കിടക്കുന്നു. ഇത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 5:30 ആയതേ ഉള്ളൂ. ഇപ്പോഴേ ഇരുട്ടി. 5:45 6 മണി ആകുമ്പോഴത്തേക്കിന് ഇരുട്ടും. സമയം 6 മണി ആയതേ ഉള്ളൂ. ഇരുട്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇരുട്ടി. എനിക്ക് സ്വിഫ്റ്റിന്റെ ഈ കൺസോൾ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഫാൻസി ലൈറ്റ് ഒക്കെ ആയിട്ട് ഭയങ്കര രസമല്ലേ. പുതിയ സ്വിഫ്റ്റ് അടിപൊളിയാ. ഞാനിവിടുത്തെ ഓയിസ്റ്റൻസ് ഫിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓയിസ്റ്റൻസ് ബീച്ചിനടുത്തുള്ള ഒരു സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. ഈ ഭയങ്കര വലിയ പാർക്കിംഗ് കണ്ടോ? അപ്പോൾ ഇതെന്തോ വലിയ സെറ്റപ്പാണ്. പാർക്കിംഗ് മാത്രമല്ല, ഇവിടെ കണ്ടല്ലേ ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പൊതു ശൗചാലയങ്ങളൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ? ഓ മാൻ, ഇതെന്തോ ഒരു കിഡിലിനൊരു സ്ട്രീറ്റ് ഫുഡിന്റെ സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. ആൾക്കാരൊക്കെ അടിയാട്ടില്ല. അത് കേട്ടോ ഇരുന്ന് അടിയാ. ഇവനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കരിക്കിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടോ? ഓഹോ, ഒരു രക്ഷയില്ല. ഇത് പൊളിച്ച്. ഇതൊക്കെ ഇവിടുത്തെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബാറുകൾ. പിന്നെ അവിടെ ഫുഡ് കോർട്ടിൽ അകത്ത് കയറാൻ വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കുന്നത്. ഇത് ആക്ച്വലി സീസൈഡ് ആണ്. സീസൈഡിൽ ഇവിടെ ഒരു സൈഡിൽ ഷോപ്പിങ്, പിന്നെ ഈ ഭാഗത്ത് കംപ്ലീറ്റ് ഫുഡ് കോർട്ടുകൾ. ഒരു നാറ്റമോ ഒരു വൃത്തികളോ ഒരു സംഭവങ്ങളോ ഒന്നുമില്ല. അതേ ലോബ്സ്റ്ററൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ? അടിപൊളി. ഇത് വൻ സെറ്റപ്പാട്ടോ ഇത്. ഞാൻ ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടാവുന്ന ഒരിക്കലും പ്രതീക്ഷയല്ല കേട്ടോ. ഒരു കിടിലൻ ഏരിയയാണിത്. എനിക്ക് ഈ ഭാഗത്തുള്ള സമീപത്തുള്ള എല്ലാ ആൾക്കാരും ഇവിടെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കാനും മറ്റൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ ലൈവ് DJ പരിപാടികള് സംഭവങ്ങളെല്ലാം ഉണ്ട്. ഇതൊരു വേറെ തന്നെ വൈബാട്ടോ ഇത്. ഇവിടെ ടൂറിസ്റ്റുകളെ കാട്ടി കൂടുതൽ ലോക്കൽസ് ആണ്. അതിന്റെ സൈഡിൽ ഇവിടെ KFC ഉണ്ട്. ഈ കാണുന്ന കട കണ്ടോ? ഇതാണ് ഏറ്റവും ഇവിടുത്തെ ഫേമസ് എന്ന് തോന്നുന്നു. ഇവിടെ ആൾക്കാർ ക്യൂ ആണ്, ഭയങ്കര തിരക്കാണ്. അവിടെ എനിക്ക് ഒരു 1/2-3 മണിക്കൂർ ക്യൂ നിന്നാലും നമുക്ക് ഇരിക്കാനൊരു സ്ഥലം കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തിരക്കാണ് ഇവിടെ. ഇവിടെ പാട്ടും ഡാൻസും ഒക്കെയാണ്. അവിടെ ഒരു കുഞ്ഞാവ് ഡാൻസ് കളിക്കുന്നുണ്ടോ? ക്യൂട്ട് പോവാ. ഓ, ഇത് കിണ്ണ സ്ഥലമാണല്ലോ. പക്ഷെ എൻ്റെ അമ്മോ, എന്ത് ഇത് ഇത്ര തിരക്കൊന്നും നോക്കി. ഇത് ആൾക്കാരെല്ലാം ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള സമീപത്തുള്ള ലോക്കൽസും അതേപോലെ തന്നെ ടൂറിസ്റ്റുകളും എല്ലാവരും ഇവിടെ പല സ്ഥലത്തുണ്ട്. ഞാൻ എന്നാ ഇന്ന് വീട്ടിൽ കുക്ക് ചെയ്യാൻ കരുതിയ, പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഐ ക്യാൻ കുക്ക്. ദിസ് പ്ലേസ് ഈസ് റിയലി നൈസ്. അടിപൊളി. ഇത് എന്ത് തിരക്കായത്. ഈ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, ഇതിവിടെ രാത്രി 1 മണി 2 മണി വരെ പോകുന്നത്. മനസ്സിലായോ? അത്ര തിരക്കാണ് ഇവിടെ. ഇതാണ് ആൾക്കാർ ക്യൂ നിൽക്കുന്ന മറ്റൊരു സ്ഥലം. അവിടെ ക്യൂ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പരിപ്പളകിയാണ്. ഇവിടെ നേരത്തെ ക്യൂ കണ്ട സ്ഥലത്ത് നമ്മളൊരു 1/4-3 മണിക്കൂർ ക്യൂ നിന്നിട്ട് നമ്മൾ പോയി സാധനം വാങ്ങിച്ചിട്ട് എവിടെയെങ്കിലും പോയിരിക്കണം. ഞാനില്ല, എനിക്ക് വിശപ്പുണ്ട്. അപ്പം ഞാൻ തിരക്കില്ലാത്തൊരു സ്ഥലം നോക്കിയിട്ട് ഞാനിവിടെ വന്നിരുന്നത്. അത്യാവശ്യം നല്ല കത്തി റേറ്റാണ്. 35 ബാർബേഡിയൻ ഡോളറാണ് ഒരു ഡോൾഫിന്. ഞാനൊരു ഡോൾഫിൻ പറഞ്ഞു. പിന്നെ ചിക്കൻ, മാർലിൻ, ട്യൂണ, സ്വാട്ട് ഫിഷ്, പിന്നെ ലോബ്സ്റ്ററൊക്കെ ഉണ്ട്. ലോബ്സ്റ്റർ എന്ന് പറയുമ്പോൾ $100 വരും. ഏകദേശം 4500 രൂപ, 5000 രൂപ വരും ലോബ്സ്റ്റർ. ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ട് ഇതൊക്കെ എന്നാ ചെയ്യാൻ. അത് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഒരു 3-4 പേര് വേണം. എന്നിട്ട് കുറേ ഫുഡ് വാങ്ങിച്ച് എല്ലാവരും കൂടെ മിക്സ് ചെയ്ത് ടേസ്റ്റ് ചെയ്യണം. എന്നാലും അതിൻ്റെ ഒരു സംഭവം സെറ്റാവുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ മാഹി ഫിഷിൻ്റെ ഒരു മീല്. മാഹി ഫിഷ്, പിന്നെ ചോറ് വിത്ത് പീസ്, പിന്നെ ഇവരുടെ മറ്റേ മക്രോണി, പിന്നെ കുറച്ച് സലാഡ്. ഇതെല്ലാം കൂടെ ഉള്ള സാധനം. ഇതിന് 1500 രൂപ. നമ്മുടെ 1500 രൂപ വരും. ഇവരുടെ ഒരു $35. ഉള്ളോ? അടിപൊളിയാണല്ലോ. നല്ല കിടിലൻ പ്രിപ്പറേഷൻ. ഞാനിവിടെ വന്ന് ഈ സാധനം ഓർഡർ ചെയ്തില്ലേ, ഇത് കൊണ്ട് തന്നിട്ട് ആ പുള്ളിക്കാരി വന്നിട്ട് $40. $40 വെള്ളം വാങ്ങിച്ചാൽ 40 ആവുന്നത് എങ്ങനെ? വെള്ളത്തിന് 3 ഉള്ളൂ. ഇന്നെങ്ങനെ 40 ആവുന്നത് ആർക്കറിയാം. എന്നിട്ട് എന്നെ 50 വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പോൾ എനിക്ക് ടിപ്പില്ല. ഞാൻ പറഞ്ഞു ടിപ്പ് എടുത്തോ, $5 ബാക്കി തരാൻ പറഞ്ഞു.
അവരാ വഴിക്ക് പോയി, അവർ കൊണ്ട് തന്നുമില്ല, ഒന്നും കൊണ്ട് തന്നില്ല. ഇവിടെ ഇരുന്ന് വേറെ ആരുടെയും പൈസ വാങ്ങിച്ചില്ല, എന്നോട് മാത്രം പൈസ വാങ്ങിച്ചു. ഒരുത്തൻ്റെ ഒന്നും പൈസ വാങ്ങിച്ചിട്ടില്ല, അവർ എന്നോട് മാത്രമാണ് പൈസ വാങ്ങിച്ചത്. അവിടെ ഒരുമാതിരി കോപ്പിലെ ആറ്റിറ്റ്യൂഡ്, അതായത് എന്തോ വേണേ വന്ന് കഴിക്കുന്നുള്ളൊരു ടൈപ്പ് ആറ്റിറ്റ്യൂഡ്. ഇറ്റ്സ് ദ ഫസ്റ്റ് ടൈം ഐ എം സീയിങ് സംതിങ് ലൈക്ക് ദിസ് ഹിയർ. ഒരു ബീച്ച് സൈഡ്, ആ ബീച്ച് സൈഡിലെ ഒരു ഗ്രാമമാണിത്. ആ ഗ്രാമത്തിൽ കുറേ ആളുകൾ ചേർന്ന് കടകൾ തുടങ്ങുന്നു. അവിടെ മദ്യവും ബിയറും റെസ്റ്റോറൻറ്റിലെ ഫുഡും എല്ലാ സംഭവങ്ങളും നിൽക്കുന്നു. റോഡ് സൈഡിൽ ഇങ്ങനെ ഇത്ര ഒരു 1/2 കിലോമീറ്റർ ഭാഗം അപ്പുറം ഇപ്പുറം ഇത് തന്നെ പരിപാടി. അപ്പോൾ ഈ കണ്ട ടൂറിസ്റ്റുകളും നാട്ടുകാരും ബാക്കിയുള്ള ആൾക്കാരും എല്ലാവരും വരുന്നു. ഇവിടെ ജനസാഗരമാവുന്നു, തിരക്ക്, ലക്ഷക്കണക്കിന് ഇവിടെ കച്ചവടം നടക്കുന്നു. ആർക്ക് മെച്ചം? നാട്ടുകാർക്ക് മെച്ചം. ഞാൻ ഒരാൾ ജസ്റ്റ് ഫുഡ് മാത്രം കഴിച്ച് ഏകദേശം $50 ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തേ. അപ്പോൾ സാധാരണ ഇതിൽ ഇവർ വന്നു കഴിഞ്ഞാൽ 2 ബിയറും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് ഫുഡ് കഴിച്ചിട്ട് മിനിമം ഓൺ ആൻ ആവറേജ് പെർ ഹെഡ് $100 സ്പെൻഡ് ചെയ്യും. ഏകദേശം 5000 രൂപ, 4500 രൂപ. അപ്പോൾ ഇവിടെ ഇപ്പോൾ എങ്ങനെ വലിയ 1000 പേര് മിനിമം ഉണ്ടാവും. എത്ര രൂപ കച്ചവടം നടന്നു ഇപ്പോൾ അറ്റ് ടൈം. പിന്നെ ആൾക്കാരിങ്ങനെ വരും പോകും രാത്രി 1 മണി വരെ ഒരു ദിവസം എത്ര ലക്ഷം രൂപയുടെ കച്ചവടം നടക്കുന്നു. ഇതൊക്കെ ആർക്ക്? ശരിക്കും നൈറ്റ് ലൈഫ്, ഫുഡ്, ബാക്കിയുള്ള സംഭവങ്ങൾ, ഇതൊക്കെ ബിസിനസ് സാധ്യതകളാണ്. പക്ഷേ നമ്മുടെ മനസ്സും കൂടെ വിചാരിച്ച് നമ്മൾ അതിന് വേണ്ടി ഇറങ്ങണം, എന്നാലേ പറ്റുള്ളൂ.